ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഇവിടെ പ്രത്യേകമായി പറയാ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞ് നടന്നാൽ പോരാ. ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മൾ നയിക്കപ്പെടണം. ഇത് കിട്ടാൻ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരണം. ദൈവം തന്റെ ആത്മാവിലൂടെയാണ് ഈ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുക. ഈ ആത്മാവിനെ നമുക്ക് ലഭിക്കണം. നമുക്ക് ലഭിച്ചിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ഇത് അറിയാൻ മേലാത്തതെന്ന് ഞാൻ പിന്നീട് വരാം അതിലേക്ക്. അപ്പൊ ഈ രഹസ്യം നമ്മൾ അറിയണമെങ്കിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നമുക്ക് കിട്ടണം. ദൈവം പ്രദാനം ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്കത് മനസ്സിലാകുന്നില്ല. ഞാന് ഇവിടെ ഒരു കാര്യം ഞാൻ പറയും. ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവ്, ഈ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊരു ഉദാഹരണ സഹിതം ഞാൻ പറയാം. ഞാൻ കുറെ കാലം മുമ്പ്, ഒരു ഏകദേശം ഒരു 10-25 കൊല്ലം മുമ്പ്, ഈ പാലാ രൂപതയിൽ ഫുൾ ടൈമറായിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ എറണാകുളം രൂപതയിൽപ്പെട്ട ഇലഞ്ഞി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ അന്ന് ആ കാലത്ത് ഒരു ആളുടെ കൂടെ പോയി താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ താമസിക്കുന്ന മധ്യത്തില് ഈ യാദൃശ്യമായിട്ട് എന്നെ ഒരു ഗ്രൂപ്പിലേക്ക് വിളിച്ചോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് യൂത്തുകാരാണ് എന്നെ കൊണ്ടുപോകുന്നത്. ജീസസ് യൂത്തുകാർ വളരെ നല്ല പിന്നെ ഭക്തിയും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഈ ആൾക്കാർ എന്നെ വിളിച്ചോണ്ട് പോയി, ഗ്രൂപ്പിലേക്ക് വിളിച്ചോണ്ട് പോയി. അവിടെ ചെന്ന് അവിടെ ആ ഗ്രൂപ്പുമായിട്ട് ഒരു വീട്ടിലേക്കാണ് പോയത്. അവരുടെ ഒരു എൽഡറാണെന്നാണ് പറഞ്ഞത്. ആ മനുഷ്യന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അയാളുടെ വീടിന്റെ മുറ്റത്ത് തന്നെ മാതാവിന്റെ ഒരു വലിയ രൂപം, വലിയ ഒരു സാഹചര്യം ഞാൻ കണ്ടു. ഞാൻ അവിടെ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇയാളുമായിട്ട് യാദൃശ്യമായിട്ട് ഞാൻ സംസാരിച്ചു വന്നപ്പോൾ ഇയാള് ഒരു പോഷത്തരം പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞത് ഇതാണ്: ദൈവത്തിന്റെ ആത്മാവും പരിശുദ്ധാത്മാവും രണ്ടാണെന്ന് എന്നോട് പറഞ്ഞു ഇയാള്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്ത് പറച്ചിലാണ്? ഇത് സഭ പഠിപ്പിക്കുന്നതാണോ? സഭ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് എന്റെ കൃത്യമായ ബോധ്യമാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ബോധ്യം നമ്മൾക്ക് പഠിപ്പിക്കാൻ അധികാരമില്ല. കത്തോലിക്ക സഭ എന്താണോ പഠിപ്പിക്കുന്നത് അത് പഠിപ്പിക്കാനുള്ള അവകാശമേ നമുക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ ഞാൻ ഇയാളുമായിട്ട് കുറച്ചു നേരം തർക്കിച്ചപ്പം കർത്താവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ പറഞ്ഞു, അവനോട് തർക്കിക്കണ്ട. അപ്പൊ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. കാരണം എനിക്ക് ഈ വിഷയത്തിൽ ഒരു സംശയമില്ല. ദൈവത്തിന്റെ ആത്മാവും പരിശുദ്ധാത്മാവും രണ്ടാണെന്ന് പറഞ്ഞാൽ അവന് അത് തെറ്റാണെന്ന് പഠിപ്പിക്കാനുള്ള അറിവ് എനിക്കുണ്ട്. കർത്താവ് എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ? എനിക്ക് ഒത്തിരി നിരാശ തോന്നി. കർത്താവിനോട് തന്നെ ഒരു പിണക്കം. ദൈവം, എന്നാലും നീ എന്നെ ഇവരുടെ മുമ്പിലിട്ട് എന്നെ ഇങ്ങനൊരു തേജോബോധം ചെയ്തല്ലോ എന്ന് ഞാനിങ്ങനെ കർത്താവിനോട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ ഒരു നീരസം. അപ്പൊ അങ്ങനെ എനിക്കന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ജീസസ് യൂത്തിൽപ്പെട്ട പിള്ളേര് 10-15 പിള്ളേർ എന്നോട് പറയുകയാണ്, ആ ചേട്ടനോട് തെറ്റുപറ്റിയല്ല, ആ ചേട്ടൻ അത്രയും വലിയ ജ്ഞാനമുള്ള ആളാണ്, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ആളാണ്, ഒലക്കയുടെ മൂട്. ഞാൻ സമ്മതിക്കുമോ? എന്റെ മനസ്സിങ്ങനെ എരിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അന്ന് രാത്രിയിൽ എനിക്ക് ഒരു ഒറ്റപ്പോൾ കണ്ണടയ്ക്കാൻ പറ്റുന്നത്. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു. വീട്ടിൽ കിടക്കുന്ന സ്ഥലത്ത് ചെന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആകെ ഒരു ഭ്രാന്ത് പിടിച്ച രീതിയിൽ ഇങ്ങനെ നടക്കുകയാണ്. എങ്ങനെ ഇതൊന്ന് പരിഹരിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ നിത്യസഹായകനാണ്. യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും. വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ കാണുന്നുണ്ട്, എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും. അപ്പൊ ഞാനിങ്ങനെ അന്ന് വീട്ടിലെത്തി. ഞാൻ അവിടെ രണ്ടാമത്തെ കുർബാനയ്ക്കാണ്, ഈ എലഞ്ഞി പള്ളിയില് രണ്ടാമത്തെ കുർബാനയ്ക്കാണ് ഞാൻ പോകുന്നത്. അവിടെ ഈ പള്ളിയിൽ നിൽക്കുമ്പോഴൊന്നും എനിക്ക് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം അവിടുന്ന് ഞാനിങ്ങനെ ഒരു ബാഹ്യമായിട്ട് ഇങ്ങനെ ആളെ കാണുന്നുള്ള എൻ്റെ മനസ്സ് മുഴുവൻ ഞാൻ നീറുകയാണ്. ഒരു രക്ഷയില്ല, എനിക്കൊന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഈ വിഷയം എൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുക. പെട്ടെന്ന് ആരോട് ചോദിച്ചാലാണ് ഇതിന് മറുപടി കിട്ടുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന, കർത്താവേ, എനിക്ക് നീ വെളിപ്പെടുത്തി തരണമേ, എനിക്കിത് മനസ്സിലാകുന്നില്ല. ഇത് ഇത്രയും പൊട്ടത്തെറ്റി പറഞ്ഞു. ആ കൂട്ടത്തിലെ കർത്താവ് അവനോട് തർക്കിക്കണ്ട എന്ന് പറഞ്ഞതാണ് എനിക്ക് കൂടുതൽ വിഷമമായത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ കാണാൻ നിങ്ങൾ ഓർത്തോണം. ഞാൻ ഈ കുർബാനയിൽ ശ്രദ്ധിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന്
ഒരു ഭാഗം ഏത് ഭാഗത്ത് എത്തിയെന്നൊന്നും ഞാൻ അറിയുന്നില്ല. പ്രാർത്ഥന ഇങ്ങനെ നടക്കുന്നുണ്ട്, ഞാൻ എഴുതേക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ടൊക്കെ ശരിയാ. ഒരവസരത്തില് എന്റെ ശിരസിൽ ഇങ്ങനെ ആരോ ഒന്ന് തട്ടുന്ന പോലെ ഇങ്ങനെ ഒന്ന് അനുഭവപ്പെട്ടു എനിക്ക്. അപ്പൊ ഞാൻ പെട്ടെന്ന് പിന്നെ സ്ഥലകാലബോധം മുന്നെടുത്ത് ഞാൻ നോക്കുമ്പോൾ ഈ പള്ളിയില് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി. അവിടുത്തെ വിശ്വകുർബാനയിൽ വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി. വീണ്ടും ഒരു ഭാഗത്തെത്തിയപ്പോൾ ഞാൻ ഈ അസ്വസ്ഥനായിരിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും തിരിയുന്നില്ല. വീണ്ടും ഒരെണ്ണം കൂടെ ഇങ്ങനെ കൈവിരൽ ഇങ്ങനെ നമ്മുടെ തലക്കിട്ട് തട്ടുന്നാൽ ഇങ്ങനെ ഒരു തട്ട് കൊടുക്കും. അപ്പൊ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുമ്പം ആ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണമാണ്. ആ പ്രമാണത്തിൽ പറയുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗം എത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, കേക്കടാ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആ അതായത് നിങ്ങൾ ഒന്ന് പറഞ്ഞേ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ട് പരിശുദ്ധാത്മാവുണ്ടോ? ഇല്ല. ആ അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു ആരാണ്ട് ഒരു കിരീടം തന്ന പോലത്തെ സന്തോഷം എനിക്ക്. ദൈവം തന്നെ എന്റെ സംശയം നീക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. അവൻ സർവജ്ഞാനിയാണ്, അവൻ ദൈവമാണ്, അവൻ നമ്മളോടൊത്ത് വസിക്കുന്നവനാണ്, ലോകാവസാനം വരെ നമ്മളിൽ വസിക്കുന്നവനാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് നമ്മൾ കാരണം പോഷന്മാരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. നീ അവനോട് തർക്കിക്കണ്ട, കാരണം തർക്കിച്ചിട്ട് കാര്യമില്ല, അവൻ സമ്മതിക്കല്ല, അവൻ പോഷനാണ് എന്ന് ദൈവം അതുകൊണ്ടാണ് അവനോട് തർക്കിക്കരുതെന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓർക്കുക, ചില പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക, അതൊരു വലിയ കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവർക്ക് വലിയ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അതായത് അനുനിമിഷം നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. നമ്മൾ പലരും ഇത് ഒന്നും ഒക്കെ മറന്നു പോവുക. ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അന്നേരം എല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനോട് നമ്മുടെ ബുദ്ധി അന്നേരം ചിന്തിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരനെ, നമ്മുടെ മണ്ട ബുദ്ധി എടുത്ത് താഴെ വെക്കണം. എന്നിട്ട് എപ്പോഴും ചോദിക്കണം, പരിശുദ്ധാത്മാവേ, ഈ വിഷയത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ചോദിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കൂടുതൽ പഠിപ്പിക്കുകയും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവമാണ്. എല്ലാ ശുശ്രൂഷകരോടും എല്ലാ പ്രാർത്ഥനക്കാരോടും പരിശുദ്ധാത്മാവ് സംസാരിക്കും. പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് നമ്മൾ. എന്തുകൊണ്ടാണ് നമുക്ക് പ്രകടമാകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അപ്പസ്തോല പ്രവർത്തനങ്ങള് അതിന്റെ 13-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. അപ്പസ്തോല പ്രവർത്തികൾ 13-ാം അധ്യായം 1-2 വാക്യങ്ങള്. ഞാനിത് തെളിയിക്കുകയാണ് ഈ സംഭവങ്ങള്. അപ്പസ്തോല പ്രവർത്തികൾ. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ബർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കിറേനക്കാരൻ ലൂസിയോസ്, സാമന്ത രാജാവായ ഹെറോദോസിനോട് കൂടെ വളർന്ന മനായേൻ, സാവൂൾ എന്നിവർ അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു. ആമേൻ. ആമേൻ. അവരുപവസിച്ചും പ്രാർത്ഥിച്ചും കഴിയേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് അപ്പസ്തോല പ്രവർത്തികൾ തന്നെ 16-ാം അധ്യായം 6-7 വാക്യങ്ങളൊന്ന് വായിച്ചേ. അപ്പസ്തോല പ്രവർത്തികൾ 16-ാം അധ്യായം 6-7 വാക്യങ്ങളൊന്ന് വായിച്ചേ. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. മിസിയായിക്ക് അടുത്ത് വന്നപ്പോൾ ബീഥിനിയായിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. എങ്കിലും യേശുവിന്റെ ആത്മാവ് അതിന് അനുവദിച്ചില്ല. അവിടെ നമ്മളൊരു കാഴ്ച കാണുന്നുണ്ട്. അവർ ശിഷ്യന്മാര്
അപ്പസ്വലന്മാര് പോകാൻ ആഗ്രഹിച്ച ചില സ്ഥലങ്ങളിലേക്ക് അവർ പോകാൻ ആഗ്രഹിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് അവരെ അതിനെ അനുവദിച്ചില്ല. നോക്കിയേ, നമ്മളോട് കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവ് എങ്ങോട്ട് പോകണം എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോവുകയല്ല. നമ്മുടെ മൂക്ക് നീർന്ന് നിൽക്കുന്ന നേരെ നമ്മൾ ഇറക്കി നമ്മുടെ കാര്യം നടത്താൻ പോവുകയല്ല. അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് പറയുകയാണ്. എന്താണ് പറയുന്നത്? നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. കണ്ടോ പരിശുദ്ധാത്മാവ് നയിക്കുന്ന സംഭവങ്ങൾ? കണ്ടോ വിശുദ്ധ ബൈബിളിൽ? കണ്ടോ നിങ്ങള്? പറഞ്ഞ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പൊ നമ്മളിത് വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ. നമ്മുടെ മക്കൾക്ക് നമ്മുടെ കത്തോലിക്ക സഭയുടെ തന്നെ ഒരു 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 വലിയ പരാജയമാണിത്. ഞാൻ സഭയ്ക്കെതിരെ പറയുകയല്ല. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഹോളി ട്രിനിറ്റിയെ കുറിച്ചും നമ്മുടെ സാധാരണ ജനത്തെ പഠിപ്പിക്കുന്നില്ല. എൻ്റെ ഒരു വേദനയത്, സങ്കടമാണിത്. ഈ കഴിഞ്ഞ പന്തക്കുസ്ത തിരുനാളിൽ എൻ്റെ ഇടവക പള്ളിയിലെ ഞാൻ വൈദികൻ പ്രസംഗിച്ചപ്പോൾ ഒരു വാക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞില്ല. എനിക്ക് ഒത്തിരി വേദന തോന്നി, എനിക്ക് ഒത്തിരി ആത്മനമ്പരം തോന്നി. നമ്മുടെ മക്കളെ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ലെങ്കിൽ, ഹോളി ട്രിനിറ്റി എന്താണെന്ന് പഠിപ്പിക്കുന്നില്ലെങ്കിൽ വേറൊരാൾ ചോദിച്ചാൽ എങ്ങനെ ഇത് മറുപടി പറയും? ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? അതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ നന്നായിട്ട് പഠിക്കുകയും നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യണം. ഇത് തന്നെ സഭയിലെ നമ്മളെ കേൾക്കുന്ന ഏതെങ്കിലും വൈദികരുണ്ടെങ്കിൽ ഈ കാര്യത്തിന് മുൻഗണന കൊടുക്കട്ടെ. കാരണം ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ പന്തക്കുസ്ത തിരുനാളിൽ പോലും പഠിപ്പിക്കുന്നില്ല, പിന്നെ എന്ന് പഠിപ്പിക്കും? ഞാൻ അന്വേഷിക്കുമ്പോൾ പല ഇടവകയിലും ഇങ്ങനെയായിരുന്നു പ്രസംഗം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചു, ഞാൻ പൊതുസ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുമെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു. പൊതുസ്ഥലങ്ങളിൽ ഞാൻ പ്രസംഗിക്കും. പരിശുദ്ധാത്മാവിനെ അറിയുക എന്നത് ഒരു വലിയൊരു അറിവാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിവുള്ളവരായിരിക്കാം നമ്മള്. പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയായ ദൈവമാണ്, സർവവ്യാപിയാണ്. ലോകാവസാനത്തോളം നമ്മളോട് കൂടി ആയിരിക്കുവാൻ അയക്കപ്പെട്ടവനാണ്. മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ പ്രപഞ്ചം, സൃഷ്ടപ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ശരിയല്ലേ? ഭൂമി മുഴുവൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. ഈ ആത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. തിരുസഭയിൽ ഇത് പഠിപ്പിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് തിരുസഭ മുഴുവൻ പഠിപ്പിക്കുവാനും ഒപ്പം തന്നെ ഈ ഹോളി ട്രിനിറ്റിയും പഠിപ്പിക്കാനുള്ള കൃപ സഭയിൽ ധാരാളമായിട്ട് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പോ നമ്മളിവിടെ കണ്ടു, പരിശുദ്ധാത്മാവ് ദൈനംദിനം നമ്മളോട് സംസാരിക്കും. എനിക്ക് അനേകം കാര്യങ്ങൾ പറയാനുണ്ട്. അതായത്, ഞാൻ പലപ്പോഴും ഒരു കാര്യത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഞാൻ കർത്താവിനോട് ആലോചന ചെയ്യും, കർത്താവെ ഞാൻ പോകട്ടെ. ചില സമയങ്ങളിൽ കർത്താവിനോട് പറയാറുണ്ട്, പരിശുദ്ധാത്മാവ് പറയും പോകണ്ട. അത് പോയിട്ട് ഒരു കാര്യമല്ല, കാര്യം നടക്കല. അത്രേ ഉള്ളൂ. ഇത് നമുക്ക് അഡ്വാൻസ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ മകൾക്ക് 10 വയസ്സായപ്പോൾ ഞാൻ നവീകരണത്തിൽ വന്നു. ആ 10 വയസ്സായപ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, എൻ്റെ മകളുടെ ഒരു നല്ല ജീവിത പങ്കാളിയെ നൽകണം. ആ പങ്കാളി ആരായിരിക്കണമെന്ന് അങ്ങ് തീരുമാനിക്കണം. അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. അവരാരും ആയിക്കോട്ടെ, ഏത് ജോലി ചെയ്യുന്നവനോ, ഏത് രാജ്യത്തുള്ളവനോ, ഏത് കുടുംബത്തിലും ആയിക്കോട്ടെ, ഏത് പണക്കാരനോ പാവപ്പെട്ടവനോ ആരുമായിക്കോട്ടെ, ആരാണ് എൻ്റെ മകളുടെ ഭർത്താവായി വരേണ്ടതെന്ന് അങ്ങ് തീരുമാനിക്കണം. അങ്ങൊരു നല്ല മകനെ നൽകണം. ഇതാ എൻ്റെ പ്രാർത്ഥന. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കഴിഞ്ഞ് 17 കൊല്ലം പ്രാർത്ഥിച്ചപ്പോഴാണ് എൻ്റെ മകൾക്കൊരു കല്യാണാലോചന. അനേകം കല്യാണാലോചന കൊടുത്തു. പക്ഷേ യാദൃശ്യമായി വന്ന ഒരു കല്യാണാലോചന വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇതാണ് നീ ചോദിച്ച ആള്, നീ ചോദിച്ചോണ്ടിരുന്ന ആളിതാണ്. പലർക്കും, എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർക്ക് പോലും സന്തോഷം വന്നില്ല. പക്ഷെ ഞാൻ ഇടം വലം ചിന്തിച്ചില്ല. ഞാൻ എൻ്റെ കൊച്ചിനെ ദൈവാത്മാവിന്റെ ഉപദേശപ്രകാരം ഞാൻ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അവൻ അന്നേരം ജോലിയില്ല. എൻ്റെ മകള് വിദേശത്താണ്, അമേരിക്കയിൽ ജോലി ചെയ്യാണ്. പക്ഷെ ഇവൻ ഇവിടെയാണ്, അവന് ജോലിയില്ല. പക്ഷെ ഫിസിയോതെറാപ്പി പഠിച്ച ആളാണ്. ആളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ കർത്താവ് എനിക്ക് അനുമതി തന്നപ്പോൾ ഞാൻ മുൻപിൻ ചിന്തിച്ചില്ല, ഞാൻ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല വൈദ്യരുകളിലും കടന്നാണെങ്കിൽ എനിക്കിന്ന്
സന്തോഷത്തോടെയും സമാധാനത്തെയും 3 മക്കളുമായി ജീവിക്കുന്ന അവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എൻ്റെ മകനേക്കാൾ കൂടുതൽ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടുകയും എന്നോട് സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്ന ഈ മകനെ ദൈവം തന്ന ദാനമാണത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമസ്തവും സകലതും അറിയാവുന്ന ദൈവത്തിനാണ് കാര്യങ്ങൾ അറിയാവുന്നേ, അല്ലാതെ നമുക്കല്ല അറിയാവുന്നത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് കർത്താവിനാണ് അറിയാവുന്നത്, നമുക്കറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളോട് നമ്മളിത് പഠിപ്പിക്കണം. പരിശുദ്ധാത്മാവിൽ നിറയും. നിങ്ങൾ ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കണ്ട, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ എന്ന് എന്റെ മക്കളെ പഠിപ്പിക്കുക. വേറെ നമ്മൾ പഠിക്കാൻ കൃപ, കണക്ക് പഠിക്കാൻ കൃപ, പിന്നെ അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കാൻ, ഇതൊന്നുമല്ല. പരിശുദ്ധാത്മാവിന് എന്ത് ഫിസിക്സ്? ഏത് ഫിസിക്സ് താൻ അറിയാമല്ലേ പ്രിയപ്പെട്ടവരെ? പരിശുദ്ധാത്മാവിന് നിറയാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വാസി അല്ലായിരുന്നു. ഞാൻ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളായിരുന്നു. എന്നാൽ വിശ്വാസം വന്നപ്പോൾ മുതൽ ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ എന്നാ എൻ്റെ പ്രാർത്ഥന. അതിനപ്പുറത്തേക്ക് എനിക്കറിയാം, ഞാനിത് മനസ്സിലാക്കി. ഞാൻ ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാലുള്ള ഗുണഗണങ്ങളെ പറ്റി ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് തന്നെയായി എൻ്റെ വിഷയം. എനിക്ക് വേറെ ഒരു വിഷയമില്ല. എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് വേറെ അതിൽ കുറഞ്ഞ ഒരു കേസും വേണ്ട. പണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, രാജകുമാരിയും സംഘവും കൂടെ ഒരു രാജകൊട്ടാരം സന്ദർശിക്കാൻ പോയി. അവിടെ ഈ കന്യകമാരി ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ രാജാവ് പറഞ്ഞു, നിങ്ങൾക്കൊരു പ്രത്യേക സമ്മാനം, നിങ്ങൾ തൊടുന്നതെല്ലാം നിങ്ങൾക്ക് തരും. നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുവെ തൊടുക, ആ തൊടുന്നത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ എല്ലാവരും പല സാധനങ്ങൾ തൊട്ടതെല്ലാം അവർക്ക് കിട്ടി. ഒരുത്തി മാത്രം വളരെ ബുദ്ധിമതിയായിരുന്നു. അവൾ ചോദിച്ചു, അങ്ങ് ആലോചിച്ചിട്ട് തന്നെയാണോ ഇത് പറയുന്നത്? ശരി, ഞാൻ ആലോചിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ തൊടുന്നത് എനിക്ക് തരുമോ? തരും. ഈ മകള് അവള് തൊട്ടത് ഈ രാജകുമാരനെയാണ്. വാക്ക് വ്യത്യാസം കാണിക്കുവോ? അവൾക്ക് രാജകുമാരനെ കിട്ടി. ബാക്കി രാജകുമാരനെ കിട്ടിയപ്പോ എന്താ സംഭവിച്ചത്? എല്ലാം സമസ്തവും രാജകുമാരൻ്റെതാണ്. ശരിയല്ലേ? അപ്പൊ ഇതൊരു ആരെഴുതിയ കഥയെന്നിടത്തില്ല. ഈ കഥ വളരെ പ്രചാരത്തിലുള്ള കഥയാണ്. പക്ഷേ ഞാനതിനകത്ത് ആ പോയിന്റ് പറഞ്ഞത്, ഇന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മോതിരം തരണേ, നമുക്ക് മാല തരണേ, നമുക്ക് തുണി തരണേ, ഉടുക്കാൻ തുണി തരണേ, കഴിക്കാൻ ഭക്ഷണം തരണേ, നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കണോ? നമ്മളൊരു രാജാവിന്റെ വേണ്ടപ്പെട്ട ആളാണെങ്കിൽ നമുക്ക് എടുത്ത് കഴിച്ചാൽ പോരെ, ഇഷ്ടം പോലെ കിടക്കില്ലേ? നമ്മുടെ അപ്പന്റെ വകയല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ. ശരിയല്ലേ? പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് തരും. വാഗ്ദാനം വന്നേ, നമ്മളിലുണ്ട്. നമ്മളിതൊന്ന് വളർത്തിയെടുത്താൽ മതി. അപ്പോ ഇനി ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ചില വിവരക്കേടുകൾ കൊടുക്കുക നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ ഒരു വിവരക്കേട്. എന്നതാണ്? ദൈവത്തിന്റെ ആത്മാവും പരിശുദ്ധാത്മാവും രണ്ടാമെന്ന് പഠിപ്പിക്കുന്ന വിദ്വാന്മാര്. നമ്മുടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വിദ്വാനായത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് ദൈവവചനം എന്താണ് പറയുന്നതെന്ന് പഠിക്കണം. ഇനി മറ്റൊന്ന്, ഒരിക്കലും ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു കൊച്ചച്ചൻ ധ്യാനിപ്പിക്കുക. കൊച്ചച്ചന്റെ പ്രസംഗത്തിൽ കൊച്ചച്ചൻ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ പരിശുദ്ധാത്മാവ് സഭയിലെ വൈദികളുടെ കൈവപ്പ് വഴി മാത്രമേ വരുവുള്ളെന്ന് പറഞ്ഞു. അപ്പൊ അതെന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. കാരണം അത് ബൈബിൾ വാക്യങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ടാണ്. കാരണം നമ്മൾ പറയുന്ന സഭയുടെ പഠനവും ബൈബിളുമായിട്ട് യോജിക്കണം. അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാം അപ്പസ്തോല പ്രവൃത്തികൾ 10-ാം അധ്യായം 44-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പസ്തോല പ്രവൃത്തികൾ 10-ാം അധ്യായം 44-ാം വാക്യം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. ആമേൻ, 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 ആമേൻ. ഇത് സന്ദർഭം, ഈ കൊർന്നേലിയസ് എന്ന് പറയുന്ന വിജാതീയനായ മനുഷ്യന് ദൈവം തന്റെ മാലാഖയെ അയച്ച് ദർശനം കൊടുത്ത് പത്രോസിനെ വിളിച്ച് പത്രോസിനോട് സുവിശേഷം പറഞ്ഞ് അവിടെ വന്ന ആൾക്കാരെ മുഴുവൻ
ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവ് നിറയുകയും ചെയ്ത സംഭവം ഇവിടെ പറയുന്നത് പത്രോസ് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ആ ജനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അത് പത്രോസ് കൈവച്ചിട്ടാണ് വന്നേ. അല്ല അല്ല. അപ്പൊ ഈ ബൈബിൾ വാക്യത്തോട് ചേർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആരും കെട്ടിട്ടൊന്നുമില്ല. പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു അത് വരും. ദൈവവചനം കേൾക്കുമ്പോൾ, നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരും. അപ്പൊ ഇത് ബൈബിളിലെ തുറന്ന സത്യങ്ങളാണ് ഇത്. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് ഒരാൾ പറഞ്ഞാൽ അതെല്ലാം കൂടെ നമ്മൾ പിന്നെ എടുത്ത് തലേ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. ആരുടെ മേൽ പടരണമെന്ന് വെച്ചാലും വരും. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു, അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാ മനുഷ്യരുടെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ അയക്കും. ക്രിസ്ത്യാനികളുടെ മേൽ മാത്രം അയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല. എന്നാൽ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവ് വർദ്ധിത തോതിൽ ലഭിക്കും. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരികയാണ് നിത്യമായി. അതേസമയം ഇതേ ആത്മാവ് തന്നെ അതിന്റെ കണികകൾ മറ്റുള്ള മനുഷ്യരിലും ഉണ്ട്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റുള്ളവരിലെല്ലാം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. പല വ്യക്തികളിലും പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കിത് അറിയത്തില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സഭ പഠിപ്പിക്കുന്നതാണ് നമ്മൾ പഠിക്കണം. അപ്പൊ ഞാനൊരു സംഭവം പറയാണ്. ഞാനൊരിക്കല് ഇതാ ജോയൽ പ്രവാചകന്റെ പുസ്തകം, ഇതാണ് ഞാൻ ഇട്ടു തരണം വാക്യം. അപ്പൊ ഞാനൊരിക്കല് കാക്കനാട്, എറണാകുളത്തെ കാക്കനാട്, അവിടെ ഒരു ദേവമാത ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂള്, അവിടെ ഒരു ധ്യാനം നടക്കുകയാണ്. ആ ധ്യാനം നടക്കുമ്പോൾ അവിടെ ഈ ക്രിസ്ത്യാനികളായ കുട്ടികളെ എല്ലാം കൂടെ വിളിച്ചു മാറ്റി അവിടെ ഒരു ശുശ്രൂഷകർ അവിടെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവിടെ ക്രിസ്ത്യാനികളല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ ഞാനാണ് നിയോഗിക്കപ്പെട്ടത്. അപ്പൊ അതൊരു 300-400 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് വേണ്ടി ഞാനിങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഈ യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് അവരെ ഭക്ഷണത്തിന് വിട്ട സമയം ഇടവേളയായി വിട്ടു. അപ്പൊ അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഇടവേളയ്ക്ക് ഭക്ഷണത്തിന് പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി, അവൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു, സാറേ, ഞാൻ ചോദിച്ചു എന്നാ സാറേ, തമാശന് ചോദിച്ചു എന്നാ സാറേ. അപ്പൊ എന്നോട് ഈ കൊച്ചു പറയുകയാണ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ കൊച്ചിന് പേടിയാണ്, ഭയമാണ് ഉള്ളില്. ഞാൻ ചോദിച്ചോ മോളെ. അപ്പോ ഈ കൊച്ചനോട് പറയുകയാണ്, ഞാൻ കണ്ണ് അടച്ചിരിക്കുമ്പോഴും കണ്ണ് തുറന്നിരിക്കുമ്പോഴും ചില സമയങ്ങളിൽ ഈ TV-യിൽ നമ്മൾ സിനിമ കാണുന്ന പോലെ ചില കാര്യങ്ങൾ ഞാൻ കാണുകയും അത് തൊട്ടടുത്ത ദിവസം സംഭവിക്കുകയും ചെയ്യുന്നു. അതെന്നെ പേടിപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞത് തിരിഞ്ഞോ നിങ്ങൾക്ക്? ഇതെന്താണ്? പരിശുദ്ധാത്മാവ് ദർശനപരമാണ്. ശരിയല്ലേ? അപ്പോ ഞാൻ ഈ കൊച്ചിനോട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ അവളോട് പറഞ്ഞു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മോളെ ഇത് ഇന്നതാണ് കാര്യം, അത് അങ്ങനെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് വെളിപ്പെടുത്തരുത്. ജ്ഞാനത്തിന്റെ പ്രതിഫലനമാണ്. ജ്ഞാനം 10 വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജ്ഞാനത്തിന്റെ വചനം അത് 10 തരത്തിൽ പ്രവർത്തിക്കും. അതിലൊന്നാണ് ദർശനവരം. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അതിന് മോള് ഭയപ്പെടേണ്ട. ദൈവം വെളിപ്പെടുത്തി തന്നുകൊണ്ടാണ് കൊച്ചിന് ഇത് മനസ്സിലാകുന്നത്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ വിഷമിക്കേണ്ട. യേശുവിനോട് കുറിച്ച് പ്രാർത്ഥിക്കണം. അന്നേരം കൊച്ചിനെ ശരിയായ ദിശയിൽ കർത്താവ് നയിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി. അപ്പൊ ഇത് വ്യക്തമായി. പിന്നീട് ഒരിക്കൽ, ഇത് ദേവമാത ഹയർ സെക്കൻഡറി സ്കൂളാണ്, കാക്കനാട്. രണ്ടാമത് കുറെ നാൾ കൂടെ കഴിഞ്ഞപ്പോ ഈ ആലപ്പുഴ ജില്ലയിലുള്ള പട്ടണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, അത് ഭയങ്കര സ്കൂളാണ്, ഒത്തിരി കുട്ടികളുള്ള സ്കൂളാണ്. ആ സ്കൂളിൽ ഇങ്ങനെ ധ്യാനം നടത്തിയപ്പോൾ അവിടെ ഈ വിജാതീയ കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് ഞാനാണ്. അവിടെ ഞാൻ ഈ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ പരിശുദ്ധാത്മാവ് ഈ ചിന്ത വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, മക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ദൈവമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ദൈവം എന്ന് പറയുന്നത് അവിടെ ഒരു ദൈവം, ഇവിടെ ഒരു ദൈവം, അപ്പുറത്തെ ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവവും ഇല്ല. ഇങ്ങനെ പഠിപ്പിച്ചോണ്ടിരിക്കുക. അപ്പോ ഈ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിക്കാം, അതൊന്ന് സാക്ഷ്യപ്പെടുത്തണം. അതായത് നമ്മൾ കണ്ണടച്ചിരിക്കുകയോ കണ്ണ് തുറന്നിരിക്കുകയോ ചെയ്യുന്ന സമയങ്ങളിൽ TV-യിൽ നമ്മൾ ചില കാര്യങ്ങൾ കാണുന്നത് പോലെ, അല്ലെ സിനിമ കാണുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണുകയും
തൊട്ടടുത്ത ദിവസം അത് സംഭവിക്കുകയും ചെയ്യുന്നതായിട്ട് അനുഭവമുള്ളവരൊന്ന് കൈവക്കാൻ പറഞ്ഞപ്പം ഞാനീ ഉണ്ടായിരുന്ന ഒരു 750ഓളം കുട്ടികളുണ്ട് അതിനകത്ത് ഒരു 20% കുട്ടികൾ എഴുന്നേറ്റ് നിന്നു കൈപൊക്കി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ 1-2 കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. ഈ അപ്പസ്തോല പ്രവൃത്തികള് അതിന്റെ 28-ാം അധ്യായം 28-ാം വാക്യത്തിൽ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഈ സുവിശേഷം തിരസ്കരിക്കുന്നത് കൊണ്ട് ഇത് വിജാതികളുടെ അടുത്തേക്ക് അയക്കപ്പെടുന്നു, അവരത് സ്വീകരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ 28-ാം അധ്യായം 28-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പസ്തോല പ്രവൃത്തികൾ 28-ാം അധ്യായം 28-ാം വാക്യം. അതിനാൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ, ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ വിജാതിയരുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു, അവർ അത് കേൾക്കുകയും ചെയ്യുന്നു. ആമേൻ. ആമേൻ. യഹൂദ ജനം ഇത് സ്വീകരിക്കാതിരുന്നപ്പോ പൗലോസ് എഴുന്നേറ്റ് പൊടി തട്ടിയില്ല, എങ്കിലും പൗലോസ് എഴുന്നേറ്റ് പറയുന്ന ഒരു കാര്യമാണിത്. അപ്പോ നമ്മളൊരു കാര്യം ഓർക്കുക, പരിശുദ്ധാത്മാവിനെ ദൈവം ലോകം മുഴുവനുള്ള മനുഷ്യരിലും കൊടുത്തിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ ഇവിടെ ഒന്നും തീരെയല്ല. ഇന്നും അപ്പസ്തോല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട്. എല്ലാം നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തണം. അതായത് ആ വാക്യം ഇതാണ്: ഈ ഒരു മനുഷ്യനെയും, അതായത് യഹൂദന് മറ്റൊരു വർഗക്കാരനുമായിട്ട് സമ്പർക്കമില്ല. ഒന്ന് വായിച്ചേ, 10:28 വായിച്ചേ. യഹൂദന് ഒരു യഹൂദ അവൻ അവരോട് പറഞ്ഞു, മറ്റൊരു വർഗക്കാരനുമായി സമ്പർക്കം പുലർത്തുന്നതും അവനെ സമീപിക്കുന്നതും ഒരു യഹൂദനെ എത്രത്തോളം നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ ഒരു മനുഷ്യനെയും ഹീനജാതിക്കാരനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ആമേൻ. ആമേൻ. ഈ വിശുദ്ധ ബൈബിളിലെ, നമ്മുടെ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും വലിയ പ്രബോധനങ്ങളിലെ ഒരു മണിമുത്താണിത്. അപ്പസ്തോല പ്രവൃത്തികൾ 10:28. അതായത് ഒരു മനുഷ്യനെയും ഹീനജാതിയെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഇതെങ്ങനെയാണ്? കാരണം പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വന്നപ്പോൾ സകലതും നവീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ പോലും ഹീനനെന്ന് വിളിക്കുക. അതുവരെ ഉണ്ടായിരുന്നത് ഹീനജാതികള്, തീണ്ടലും തൊടിയിലും യഹൂദൻ ശ്രേഷ്ഠൻ, അല്ലാത്തവൻ മുഴുവൻ മാറ്റി നിർത്തപ്പെട്ടവൻ. അതായത് നായ്ക്കൾ എന്നാണ് യഹൂദരല്ലാത്ത ജനതയെ പറ്റി അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അവര് പറഞ്ഞിരുന്നത് മനസ്സിലായോ? നായ്ക്ക് തുല്യരാണ്. നിയമം നൽകപ്പെടാത്ത ജനം നായ്ക്ക് തുല്യമാണെന്ന് നമ്മുടെ പഴയ നിയമ ഗ്രന്ഥത്തിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പത്രോസിനെ കാണിച്ചു കൊടുത്തു. ഒരു വലിയ വിരിപ്പിനകത്ത് ഈ ലോകത്തിലുള്ള സകല മൃഗങ്ങളെയും കാണിച്ചിട്ട് പറഞ്ഞു, നീ ഇത് കൊന്നു ഭക്ഷിക്കുക. ശരിയല്ലേ? എന്നിട്ട് പറയുകയാണ് കർത്താവ്, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത്. ശരിയല്ലേ? അതെ. അപ്പോ ഒരു മനുഷ്യനെയും ഹീനനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്നോ ദൈവം എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇവിടെ ഇതിന്റെ ശ്രേഷ്ഠത, ഈ പരിശുദ്ധാത്മാവ് സകല മനുഷ്യരിലുമുണ്ട്. പക്ഷെ അത് വളരെ അളവ് കുറഞ്ഞ, പരിശുദ്ധാത്മാവിന്റെ കണിക എല്ലാ മനുഷ്യരിലും ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വസിക്കുന്നുണ്ട്. എത്രയോ മനുഷ്യരില് അവർക്കും ഈ നന്മ പ്രവർത്തിക്കാനും ദൈവഹിതം അനുസരിച്ച് ജീവിക്കാനും ഒക്കെ പ്രചോദനം കിട്ടുന്ന അനേകം വ്യക്തികളുണ്ട്. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. എന്നാല് ഇതുപോലെ തന്നെ പറയുന്ന വേറെ ഒരു സംഭവം പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചില പെന്തക്കോസ്ത് സഹോദരങ്ങൾ പറയാണ് കത്തോലിക്കലിൽ പരിശുദ്ധാത്മാവില്ല. അവര് പറയുന്നത് ഈ വെള്ളത്തിൽ മുങ്ങി സ്നാനം ചെയ്താൽ മാത്രമേ പരിശുദ്ധാത്മാവ് വരുള്ളൂ, ഇല്ല പരിശുദ്ധാത്മാവ് വരിക എന്നാണ്. ഇതൊക്കെ മൂഢതയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒരു വെള്ളത്തിലും മുങ്ങാൻ പോയിട്ടില്ല. ഞാൻ ജനിച്ചിട്ട് 8-10 ദിവസമായപ്പോ എന്റെ അമ്മ അപ്പനും കൂടെ കൊണ്ട് എന്നെ കത്തോലിക്ക പള്ളി കൊണ്ട് ഈ മാമോദിസ മുഖ്യ വ്യക്തിയാണ് ഞാൻ പിന്നീട് ക്രിസ്തുവിനെ കുറിച്ചും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അവസരത്തിൽ പോലും ഞാൻ ഒരു കുളത്തിലും മുങ്ങാൻ പോയിട്ടില്ല. ഞാനൊരു ബന്ധക്കോസുകാരനെ കൈവപ്പിന് ഞാൻ പോയിട്ടില്ല. അതിന് കാരണം ഈ ബൈബിള് നമുക്ക് തരുന്ന വാഗ്ദാനമായ, ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൽ നിറയാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഹല്ലേലൂയ. അപ്പോ ഇത് കൊണ്ട് പൊട്ടത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന ആ പരിശുദ്ധാത്മാവിനെ ബോധപൂർവം നമ്മൾ പ്രാർത്ഥിച്ചും
പരിശുദ്ധാത്മാവിന്റെ ഒരു വീണ്ടും ഒരു 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 വരവുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ അനേകം കാര്യങ്ങളിലാണ് സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവ് സർവശക്തനാണ്, സർവജ്ഞാനിയാണെന്ന് നമ്മൾ കണ്ടു. ഇനി പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾ നമ്മൾ തള്ളിക്കളഞ്ഞാൽ പിന്നീട് പ്രവർത്തിക്കുകയില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അവഗണിക്കരുത്. പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണകൾ നമ്മൾ അവഗണിച്ചാൽ നമുക്ക് പിന്നീട് നമ്മുടെ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിർജീവമാകും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ആത്മാവിനെ നിങ്ങൾ നിർജീവമാക്കരുത്. വായിച്ചിട്ടില്ലേ? തെസ്സലോനിക്ക ലേഖനത്തിലെ 5-ാം അധ്യായത്തിലാണത്. അതിന്റെ 19-20 വാക്യത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. എഫെസോസ് 4:30. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണകൾ നമ്മളത് സ്വീകരിക്കണം. പല കാര്യങ്ങളിലും നമ്മളൊരു അഡ്വാൻസ് നമ്മളോട് സംസാരിക്കുന്നേ, പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായിട്ട് നമുക്ക് പ്രേരണ തരും. എനിക്ക് 3 മക്കളാണ്. അതിൽ രണ്ടാമത്തേത് മകനാണ്, അവൻ BSc നേഴ്സാണ്. അവനിപ്പോ കുവൈത്തിൽ ജോലി ചെയ്യാണ്. ഞാൻ ഈ ഒരു സംഭവം കൂടെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം സമയമാവും. അപ്പോ ഈ മകൻ കുവൈത്തിലേക്ക് ഉള്ള എൻട്രൻസ് എഴുതി കഴിഞ്ഞപ്പോൾ അവൻ തോറ്റുപോയി. അപ്പൊ അവന് എന്നോട് പറയുകയാണ്, ഡാഡി ഞാനത് ഒന്നുകൂടി എഴുതിയാൽ ഞാൻ ജയിക്കും. അത്ര വലിയ ഭാരമുള്ളതൊന്നുമല്ല, 1 ദിവസം 2 ദിവസം പഠിച്ചാൽ എഴുതിയാൽ ജയിക്കും. അപ്പോ ഇനി അടുത്ത ദിവസം, അതായത് 3-4 ദിവസം കഴിയുമ്പോൾ ബോംബെയില്, ഇന്ന് എറണാകുളത്താണ് ഈ പരീക്ഷ കഴിഞ്ഞത്, ബോംബെ വെച്ച് ഈ പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് ഞാൻ ഒന്നുകൂടി എഴുതിയാലോ എന്ന് ചോദിച്ചു. അപ്പൊ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അവൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ട്രെയിൻ തന്നെ ബോംബെ വണ്ടിക്കാണ് വന്നത്. ആ വണ്ടിക്ക് തന്നെ അവന് പോകാനുള്ള സൗകര്യങ്ങൾ ഞാൻ ടിക്കറ്റ് എല്ലാം എടുത്ത് വെച്ച് കൊടുത്ത് പോയി. അവൻ അവിടെ പരീക്ഷ എഴുതി ജയിച്ചു കഴിഞ്ഞ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ അവര് 3-ാമത്തെ ദിവസം അവര് വിളിച്ചു പറഞ്ഞു, അവർക്ക് കുവൈത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ 20 ലക്ഷം രൂപ കൊടുക്കണം. 20 ലക്ഷം രൂപ അവർക്ക്. അന്ന് 20 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാനൊരു ശുശ്രൂഷകനാണ്, ആര് തരണ്ട, 2000 രൂപ തരില്ല. അങ്ങനെ വിഷമിക്കുന്ന സമയത്ത് 20 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ മോനെ നമ്മളവിടെ പോകാനാ, ആ പാസ്പോർട്ടും വാങ്ങി ഇനി പോരെ, നമുക്കുള്ളത് അതല്ല, വേറെ ഏതെങ്കിലും വഴി ദൈവം ഒരുക്കും എന്ന് പറഞ്ഞ് ഞാൻ അവനോട് തിരിച്ചു പോരാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു സങ്കടമില്ല. കാരണം എന്ന് വെച്ചാൽ കർത്താവ് അനുവദിക്കുന്നതാണ്, കിട്ടില്ല, എനിക്ക് ഒരു ടെൻഷനും ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ഈ കാര്യം പറഞ്ഞു വെച്ചാൽ ഞാൻ എന്റെ പ്രെയർ റൂമിലേക്ക് കയറുകയാണ്. എന്റെ പ്രെയർ റൂമിലേക്ക് കർത്താവിന് നന്ദി പറയാം. നീ തന്നില്ല, നിനക്ക് നന്ദി, അല്ലാതെ നമുക്ക് അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയില്ല. അപ്പൊ ഞാനിങ്ങനെ ആ റൂമിലോട്ട് കയറി, എന്റെ പ്രെയർ റൂമിലോട്ട് കയറി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുറക്കുമ്പോൾ പെട്ടെന്ന് എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം വിട്ടു. ആ ചോദ്യം ഇതാണ്, അത് നിന്റെ ബുദ്ധിയല്ലേ? പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. അത് നിന്റെ ബുദ്ധിയല്ലേ? ഈ 20 ലക്ഷം രൂപ ഉണ്ടാകുകയാണെന്നുള്ളത് നിന്റെ ബുദ്ധിയല്ലേ? ഞാൻ എവിടുന്ന് ഈ 20 ലക്ഷം രൂപ? എന്റെ പ്രിയപ്പെട്ടവരെ, 50,000 രൂപയ്ക്ക് നിവൃത്തിയില്ല. എനിക്ക് 1.5 ലക്ഷം രൂപ കടത്ത് നിൽക്കുന്ന ഞാൻ എവിടുന്ന് പൈസ ഉണ്ടാക്കണം? ഞാൻ ഈ ചാടിക്കേറി പറഞ്ഞത് നിന്റെ ബുദ്ധിയല്ലേ? നീ എന്നോട് ആലോചന ചോദിച്ചോന്നാ കർത്താവ് ഈ ചോദിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് വഴി കാണിച്ചോളാം. നിന്റെ ബുദ്ധി എനിക്ക്, നിന്റെ ചിന്ത എന്റേതുപോലെ അല്ല. എന്താണ് നീ ഒരുക്കിയിരിക്കുന്ന വഴിയെന്ന് എനിക്കറിയില്ല, എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രാവശ്യം 20 ലക്ഷം രൂപ കൊടുത്ത് ഈ കുവൈത്ത് മിനിസ്ട്രിയിൽ ഇന്ന് 10 കൊല്ലം കഴിഞ്ഞ് ഈ സംഭവം നടന്നിട്ട് കുവൈത്ത് MOH ജോലി ചെയ്യാൻ 10 കൊല്ലം കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞതെന്നറിയോ? അതിനുള്ള പണം അപ്രതീക്ഷിതമായിട്ട് ചില വ്യക്തികളിലൂടെ കിട്ടി, ഒരു വിഷമവും ഇല്ലാതെ. അവന്റെ ജോലിയിൽ അവന് നിശ്ചിത സമയം കഴിഞ്ഞ് അവൻ ലോൺ കിട്ടി, പണം തിരിച്ചും കൊടുത്തു. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ വിശദീകരിക്കാൻ സമയമില്ല, നമുക്ക് സമയം തീരുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളുടെ പ്രതിസന്ധി എന്തുമായിക്കൊള്ളട്ടെ, ആ പ്രതിസന്ധിയിലേക്ക് നിങ്ങൾ വിളിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ നിറയാനാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം. പരിശുദ്ധാത്മാവെ, നീ തരുന്ന പ്രേരണകൾ മനസ്സിലാക്കാനുള്ള ക്രമ തരണേ എന്ന് പ്രാർത്ഥിക്കണം. കണ്ണീരോടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ അവഗണിച്ചതിന് മാപ്പ് ചോദിക്കണം. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചതിന് മാപ്പ് ചോദിക്കണം. പരിശുദ്ധാത്മാവെ, അങ്ങേക്ക് ഞാൻ എന്റെ ജീവിതം വിട്ടുതരുന്നെന്ന് പറയണം. കർത്താവ് സംസാരിക്കും.
ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവനെ വീട് വെക്കാൻ വേണ്ടി സ്ഥലം അന്വേഷിച്ചു. അപ്പൊ സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോൾ ഞാൻ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും, കർത്താവേ, നീ എന്റെ മകൻ അനുവദിച്ചിരിക്കുന്ന സ്ഥലം ഇതാണോ? നോ, എനിക്ക് ആ സ്ഥലം വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചോദിച്ചു നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഹിതം അറിഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ, അതല്ലാതെ നമ്മൾ ചെയ്താൽ അതിന് ഭവിഷ്യത്തുണ്ടാവും. നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മളെ സഹായിക്കും ദൈവം. ഇങ്ങനെ സഹായിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏതിനും അയക്കണ്ട. എവിടെയെങ്കിലും കൊച്ചിന് ജോലി എന്ന് പറയുമ്പോഴേ ഓടിച്ചു വിടരുത്. അത് ആ കൊച്ചിന്റെ ജീവിതം തകർക്കും. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണേ, എന്റെ കൊച്ചിനെ ഈ ജോലിക്ക് അയക്കട്ടെ, ഈ കോഴ്സ് പഠിപ്പിക്കാൻ അയക്കട്ടെ. ചോദിക്കും. ആദ്യമൊന്നും നമുക്ക് ഉത്തരമില്ല, പക്ഷെ പിന്നീട് കർത്താവ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കും. ദമ്പതികൾ കൈകോർത്ത് പിടിച്ചു നിന്ന് ഉള്ളു നൊന്ന് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ജീവിത പങ്കാളിയുടെ ആ വ്യഭിചാര ആസക്തി മാറ്റാൻ പരിശുദ്ധാത്മാവിനല്ലാതെ വേറെ ആർക്കും പറ്റില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ ജീവിത പങ്കാളിയെ റൂട്ട് മാറ്റാൻ, മാനസാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മാവിനെ പറ്റുള്ളൂ. നമ്മുടെ ഇന്ന് നാളുകൾ എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയില്ല, പക്ഷെ പരിശുദ്ധാത്മാവിനറിയാം. അപ്പോൾ ഞാൻ പകുതി പോലും കാര്യങ്ങൾ പറയാൻ എനിക്ക് പറ്റില്ല. ഒന്നെങ്കിലും നമുക്കിതിന് രണ്ടാം ഭാഗം ഞാൻ നിങ്ങളോട് പറയാം, സമയം പോലെ പറയാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ വേണ്ടാതീനങ്ങളെ അകറ്റിക്കളയുക. പരിശുദ്ധാത്മാവിൽ ജീവിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക. അശുദ്ധി മുഴുവൻ നമ്മൾ മാറ്റുക. നമ്മൾ ജീവിതം നവീകരിക്കപ്പെടണം. നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് അറിയണം. പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം പറയുന്നുണ്ട്, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്താൽ പഠിപ്പിക്കപ്പെടണം. ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ദൈനംദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനോടുള്ള ജീവിതം എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മനുഷ്യരാ നമ്മള്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ മോട്ടർ വെച്ച് വെള്ളം അടിക്കുന്ന പോലെ, ആ സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് വെള്ളം ഇഞ്ഞു വരും. വരികയല്ലേ? ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം ഇഞ്ഞു വരും എന്ന് പറഞ്ഞതുപോലെയാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. അത്രയും ആനന്ദപ്രദമാണ്. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവന് മുമ്പേ, കഷ്ടനഷ്ടങ്ങൾ വരുന്നെങ്കിൽ മുമ്പേ പറയും, കഷ്ടനഷ്ടങ്ങൾ വരാൻ പോകുന്നു, നീ പ്രാർത്ഥിക്ക്, അത് മാറ്റിത്തരാനും ദൈവത്തിന് പറ്റും. ഇനി നമ്മൾ അനുഭവിക്കേണ്ടതാണ്, അത് അനുഭവിക്കാനുള്ള സഹനശക്തി നമുക്ക് തരും. ആമേൻ. ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമുക്കും ജീവിക്കണ്ടേ? വേണം. ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും. വിശുദ്ധ സുവിശേഷം 7:7. ചോദിക്കുവൻ. ഈ വാഗ്ദാനം ഒന്നുകൂടി ഉണ്ടെന്നേ. യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 14 വാക്യമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കി, അതല്ലേന്നാണ്. അവന്റെ ഇഷ്ടത്തിന് അനുസൃതമായി നാം എന്തെങ്കിലും അവനോട് ചോദിച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് അവനിലുള്ള നമ്മുടെ ഉറപ്പ്. ശരിയല്ലേ? നോക്കിയ വാക്യം അതല്ലേ? 1 യോഹന്നാൻ 5:14 ലേഖനമാണേ. കിട്ടിയോ? അവന്റെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ഹല്ലേലൂയ. ഇതിലും വലിയൊരു ഉറപ്പ് നമുക്ക് വേണോ? എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ഉള്ളുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, എന്റെ ദൈവമേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ എന്റെ ജീവിതം മുഴുവൻ നിറയ്ക്കണമേ. എന്റെ മക്കളെ, എന്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച നിമിഷങ്ങൾ ഓർത്തും മാപ്പി ചോദിക്കാൻ എനിക്ക് കൃപ തരണമേ. പരിശുദ്ധാത്മാവിനാൽ എന്നെ നയിക്കണമേ. എന്നോട് സംസാരിക്കണമേ. ദൈവം എന്നോട് അനുദിനം സംസാരിക്കുന്ന കേൾക്കാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സംഭാഷണം നേരിട്ട് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയിരുന്ന ഒരു ഹതഭാഗ്യനാണ് ഞാൻ. ഹല്ലേലൂയ. അതിനുള്ള ഒരു യോഗ്യതയില്ല, പക്ഷേ ഒന്നിലധികം പ്രാവശ്യം
യേശുവിന്റെ സ്വരം, പുരുഷ സ്വരം ഞാൻ കേട്ടിട്ടുണ്ട്. സ്വരത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം എന്നെ ഈ ഭിത്തിയില് ഇടിവാളിന്റെ നിറവുള്ള മഷി കൊണ്ട് എന്നെ ചില കാര്യങ്ങൾ എഴുതി കാണിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അനേകം കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരാറുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് എനിക്ക് മാത്രമുള്ള വാഗ്ദാനമാണോ അതോ ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കുള്ള വാഗ്ദാനമാണോ? എല്ലാവർക്കുള്ള വാഗ്ദാനം. ആമേൻ. ആമേൻ. ഇത് സംഭവിക്കട്ടെ. നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവ് നിറയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഇന്നത്തെ ഈ ശുശ്രൂഷ കേട്ട ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അതിശക്തമായിട്ട് ഇവിടെ ഇടപെടണമേ. ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ഹിതമറിഞ്ഞ് പ്രാർത്ഥിക്കുവാനൊക്കെ ഉള്ള കൃപ തരണമേ. എല്ലാ മനുഷ്യരും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഭൂമി മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, പരിശുദ്ധാത്മാവ് വരട്ടെ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം ശക്തി പ്രാപിക്കും. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ കൃപ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആഗ്രഹം മുഴുവൻ ഒരു ഭാഗത്തേക്ക് തിരിക്കണം. നമ്മുടെ ലക്ഷ്യം തിരിയരുത്. ലക്ഷ്യം പലതായി പോകരുത്. ഒറ്റ ലക്ഷ്യം എന്താണ്? ആ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ത്യാഗത്തോടെ ഉള്ളു നൊന്ത് പ്രാർത്ഥിക്കുക. അശുദ്ധി എല്ലാം മാറ്റിക്കളയുക. ദൈവവചനം വായിക്കുക. ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.